ഹലോ നമസ്കാരം, എൻ്റെ പേര് അഞ്ജന. വെൽക്കം ടു ലേണിനോ. സോ നമുക്ക് 9th to 14th Feb 2024 കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. നമുക്കിതിനെ ഒരു സെക്കൻഡ് പാർട്ട് അല്ലെങ്കിൽ സെക്കൻഡ് വീക്ക് കറണ്ട് അഫയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം ഫെബ്രുവരിയിലെ. സോ 9th to 14th Feb 2024 കറണ്ട് അഫയേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ ആരൊക്കെയാണെന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമായ കർപ്പൂരി ഠാക്കൂറാണ് ആദ്യത്തെ. ബീഹാർ മുൻ മുഖ്യമന്ത്രിയും സോഷ്യലിസ്റ്റ് നേതാവുമാണ് കർപ്പൂരി ഠാക്കൂർ. അടുത്തത് മുതിർന്ന BJP നേതാവും മുൻ ഉപപ്രധാനമന്ത്രിയുമായ LK അദ്വാനി. അടുത്തത് മുൻ പ്രധാനമന്ത്രിയായിരുന്ന PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. പിന്നെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവും പ്രശസ്ത കാർഷിക ശാസ്ത്രജ്ഞനുമായ MS സ്വാമിനാഥൻ. സോ ഓർത്തു വയ്ക്കുക, കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ എന്നിവരാണ് 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചവർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ച 50ാമത്തെ വ്യക്തി LK അദ്വാനി. ഓക്കെ, 50th പേഴ്സൺ ഉള്ള ഒരു സ്ഥാനം LK അദ്വാനിക്കാണുള്ളത്. സോ നോട്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഭാരതരത്ന മരണാനന്തര ബഹുമതിയായി ലഭിച്ച മലയാളി ആരാണ്? MS സ്വാമിനാഥൻ. ഇനി നാലാമത്തെ ചോദ്യം, 2024 ഭാരതരത്ന പുരസ്കാരം മരണാന്തര ബഹുമതിയായി ലഭിച്ചവർ ആരൊക്കെയാണ്? കർപ്പൂരി ഠാക്കൂർ, PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ. ഓക്കെ, ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2024 വജ്ര ജൂബിലി അതായത് 75th ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതി. 1950 സുപ്രീം കോടതി നിലവിൽ വന്നത്. സോ 2024 വജ്ര ജൂബിലി 75th ആഘോഷിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത സ്ഥാപനം ഏതാണ്? സുപ്രീം കോടതി. ഓർത്തുവയ്ക്കുക, ആ ഇയർ ഓർത്തുവയ്ക്കുക, 1950. ഇനി 6th ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല ഏതാണ്? കാസർഗോഡാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ ജില്ല കാസർഗോഡ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ, കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക്. ഇനി എട്ടാമത്തെ ചോദ്യം, 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഉത്തരാഖണ്ഡാണെന്നുള്ളത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി 9th ക്വസ്റ്റ്യൻ, ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഗോവയാണ്. ഓക്കെ, ഗോവയാണ് ഏകീകൃത സിവിൽ കോഡ് നിലവിലുള്ള ഏക സംസ്ഥാനം ഗോവ. ഇപ്പോൾ 2024 ഫെബ്രുവരിയിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ അടുത്ത സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ്. റൈറ്റ്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ, കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത് കേരളത്തിൽ എവിടെയാണ്? കളമശ്ശേരിയിലാണ് കേരള ഹൈക്കോടതി ഉൾപ്പെടുന്ന ജുഡീഷ്യൽ സിറ്റി സ്ഥാപിക്കുന്നത്. ഓക്കെ, കളമശ്ശേരിയിലാണ്. ഇനി 11th ക്വസ്റ്റ്യൻ, 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സ് ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്? അഭിനവ് ബിന്ദ്ര. ഓക്കെ, സോ 2024 നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിൽ ദീപശിഖ പ്രയാണത്തിൽ പങ്കെടുക്കാനായി തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരം ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവ് അഭിനവ് ബിന്ദ്ര. ഓക്കെ, സോ ഇന്ത്യയുടെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവാണ് അഭിനവ് ബിന്ദ്ര. ഓക്കെ, ഓർത്തു വയ്ക്കുക. 12th ക്വസ്റ്റ്യൻ, മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസിന്. മികച്ച നവാഗത പാർലമെന്റേറിയന് നൽകുന്ന 2023 ലോക്മത് പുരസ്കാരം ലഭിച്ചത് ജോൺ ബ്രിട്ടാസ്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയുടെ പേരാണ് ഒലെഗ് കൊനോനെങ്കോ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന ലോക റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയുടെ പേര് ഒലെഗ് കൊനോനെങ്കോ ആണ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി. സോ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ 5 യാത്രകളിൽ നിന്ന് ആകെ
878 days and 12 hours ഒലെഗ് കൊനോനെൻകോ ചെലവഴിച്ചു. റഷ്യയുടെ ഗെന്നഡി പഡാൽക്കയുടെ പേരിലുള്ള റെക്കോർഡാണ് ഒലെഗ് കൊനോനെൻകോ മറികടന്നത്. 878 ദിവസവും 12 മണിക്കൂറിലേറെയും ഒലെഗ് കൊനോനെൻകോ ചെലവഴിച്ചു. റൈറ്റ്. ഇനി 14th ക്വസ്റ്റ്യൻ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി കേരളത്തിലെ ഏതു ജില്ലയിലാണ് ആദ്യമായി കൊടുത്തു തുടങ്ങിയത്? തൃശ്ശൂർ. കേന്ദ്ര സർക്കാരിൻ്റെ ഭാരത് അരി കേരളത്തിലെ ഏതു ജില്ലയിലാണ് ആദ്യമായി കൊടുത്തു തുടങ്ങിയത്? തൃശ്ശൂരാണ്. ഇനി 15th ക്വസ്റ്റ്യൻ. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദി ഏതാണ്? 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദി ഏതാണ്? മെറ്റ് ലൈഫ് സ്റ്റേഡിയം, US. ഓക്കെ. 3 രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഫൈനൽ വേദി മെറ്റ് ലൈഫ് സ്റ്റേഡിയം, US. ഇനി 16th ക്വസ്റ്റ്യൻ. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആ 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? USA, മെക്സിക്കോ, കാനഡ. ഓക്കെ. 2026 ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ USA, മെക്സിക്കോ, കാനഡ. ഇനി 17th ക്വസ്റ്റ്യൻ. ലോക്സഭയിലെ മികച്ച പ്രകടനത്തിലുള്ള 2023 ലോക്മത് പുരസ്കാരം നേടിയ മലയാളി ആരാണ്? ശശി തരൂരാണ്. ലോക്സഭയിലെ മികച്ച പ്രകടനത്തിലുള്ള 2023 ലോകമത് പുരസ്കാരം നേടിയ മലയാളി ശശി തരൂർ. ഇനി 18ാമത്തെ ചോദ്യം. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം? കേരളം. പരിസ്ഥിതി ബജറ്റ് ആദ്യമായി അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തി ആരാണ്? പ്രേമ ധൻരാജ്. ഓക്കെ. 2024 പത്മശ്രീ പുരസ്കാരം ലഭിച്ച സാമൂഹിക പ്രവർത്തകയും പ്ലാസ്റ്റിക് സർജറി വിദഗ്ധയുമായ വ്യക്തി ആരാണ്? പ്രേമ ധൻരാജ്. പൊള്ളലേറ്റവരുടെ പരിചരണത്തിനും പുനരധിവാസത്തിനുമായി രൂപീകരിച്ച സംഘടനയാണ് അഗ്നിരക്ഷ. എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തത്? 1999. ഓക്കെ. അഗ്നിരക്ഷ. പ്രേമ ധൻരാജാണ് പേര് ഓർത്തു വയ്ക്കുക. വ്യക്തിയുടെ പേര് പ്രേമ ധൻരാജ്. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പിക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെയർ. അപൂർവ രോഗങ്ങൾ പ്രതിരോധിക്കാനും തുടക്കത്തിലെ കണ്ടെത്തി ലഭ്യമായ ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെയർ. ഇനി 21ാമത്തെ ചോദ്യം. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? PR ശാരദ. ഓക്കെ. മുൻ ഹോക്കി മലയാളി താരമാണ് PR ശാരദ. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? PR ശാരദ. മുൻ ഹോക്കി മലയാളി താരമാണ്. റൈറ്റ്. ഇനി 22ാമത്തെ ക്വസ്റ്റ്യൻ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി ആരാണ്? NK ദേശം, N കുട്ടിക്കൃഷ്ണപിള്ള. ഓക്കെ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി ആരാണ്? NK ദേശം ഓർ അദ്ദേഹത്തിൻ്റെ പേര് N കുട്ടിക്കൃഷ്ണപിള്ള. ഓക്കെ. ഓർത്തു വയ്ക്കുക. ഇനി 23ാമത്തെ ചോദ്യം. മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി, എറണാകുളം. മഹാകവി G ശങ്കരക്കുറുപ്പിൻ്റെ പേരിലുള്ള G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കൊച്ചി, എറണാകുളം. ഇനി 24ാമത്തെ ചോദ്യം. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് K-ലിഫ്റ്റ്. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവനമാർഗം നൽകുന്ന എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയുടെ പേരാണ് K-ലിഫ്റ്റ്. ഇനി 25ാമത്തെ ചോദ്യം. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം ഏതാണ്? തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഈറോഡിലാണുള്ളത്. സോ അത് ഓർത്ത് വയ്ക്കുക. ഈറോഡിലാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. തമിഴ്നാട്ടിലെ തന്നെ നിലവിൽ വന്ന ഏറ്റവും പുതിയ
വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഓക്കെ, തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. സോ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തമിഴ്നാട്ടിൽ നിലവിൽ വന്ന പുതിയ വന്യജീവി സങ്കേതം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഈറോഡിലാണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ 18ാമത് വന്യജീവി സങ്കേതമാണ് തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം. ഇനി 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി ഏതാണ്? പൊക്രാൻ, രാജസ്ഥാൻ. പൊക്രാൻ, രാജസ്ഥാൻ. ഇന്ത്യൻ വ്യോമസേനയുടെ സൈനിക അഭ്യാസമായ വായുശക്തി 2024 വേദി പൊക്രാൻ, രാജസ്ഥാൻ. ഇനി 27ാമത്തെ ചോദ്യം, നിലവിലെ അതായത് 2024 മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ എന്താണ്? അതിജീവനം. ഓക്കെ, 2024 നിലവിലെ അതായത് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ എന്താണ്? അതിജീവനം. ഇനി 28ാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും ശക്തമായ സൈന്യമുള്ള 4ാമത്തെ രാജ്യം ഏതാണ്? ഇന്ത്യ. ലോകത്ത് ഏറ്റവും ശക്തമായ സൈന്യമുള്ള 4ാമത്തെ രാജ്യം ഇന്ത്യ. 29ാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? കാപ്പാട്, കോഴിക്കോട്. ഓക്കെ, കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ ബീച്ച്. ഓക്കെ, സോ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിറോൺമെൻറ്റ് എഡ്യൂക്കേഷണൽ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. അതായത് ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട്. സോ ഇപ്പോൾ കേരളത്തിലെ ഏത് കടൽ തീരത്തിനാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കാപ്പാട്, കോഴിക്കോട്. ഓക്കെ, അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യ ബീച്ചും കാപ്പാട്, കോഴിക്കോട് തന്നെയാണ്. ഓക്കെ, ഇനി 30ാമത്തെ ക്വസ്റ്റ്യൻ, ഡിമെൻഷ്യ, അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി എന്താണ്? ഓർമ്മത്തോണി. ഡിമെൻഷ്യ, അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേര് ഓർമ്മത്തോണി. ഓക്കെ, ഡിമെൻഷ്യ, അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയുടെ പേരാണ് ഓർമ്മത്തോണി. ഓക്കെ, ഇനി 31ാമത്തെ ചോദ്യം, 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? മഹാരാഷ്ട്രയാണ്. 2ാം സ്ഥാനത്ത് തമിഴ്നാട്. വേദി തമിഴ്നാടാണ്. ഭാഗ്യചിഹ്നം വീരമംഗൈ. ഓക്കെ, 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയതാരാണ്? മഹാരാഷ്ട്രയാണ്. 2ാം സ്ഥാനത്ത് തമിഴ്നാട്. അതേപോലെ തന്നെ വേദിയും തമിഴ്നാട്ടിൽ തന്നെയാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടന്നത്. ഭാഗ്യചിഹ്നം വീരമംഗൈ. ഇനി 32ാമത്തെ ചോദ്യം, 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം അമേരിക്കയാണ്. 4ാമത് ഇന്ത്യയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. 2ാം സ്ഥാനം റഷ്യ, 3ാം സ്ഥാനം ചൈന. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. 2ാം സ്ഥാനം റഷ്യ, 3ാം സ്ഥാനം ചൈന. ഇന്ത്യയുടെ സ്ഥാനം 4. ഇനി 33ാമത്തെ ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം കോന്നി റിസർവ് വനം. 1888 ഒക്ടോബർ 9 കോന്നി വനമേഖല ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചു. ഓക്കെ, 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണ്? കോന്നി റിസർവ് വനം. ഇനി 34ാമത്തെ ചോദ്യം, മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതി വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. ഓക്കെ, മുതിർന്ന പൗരന്മാരുടെ മാനസിക ശാരീരിക സൗഖ്യം ഉറപ്പാക്കി ചെലവ് കുറഞ്ഞ
വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കുന്ന പദ്ധതിയുടെ പേരാണ് വാർദ്ധക്യ സൗഹൃദ ഭവനം പദ്ധതി. ഓക്കെ, ഇനി 35ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ച് അല്ലെങ്കിൽ വർക്കല ബീച്ച്. ഓക്കെ, പാപനാശം ബീച്ച് അല്ലെങ്കിൽ വർക്കല ബീച്ച്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ 100 ബീച്ചുകളുടെ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത് പാപനാശം ബീച്ച്, വർക്കല ബീച്ച്. ഓക്കെ, ഇനി 36ാമത്തെ ചോദ്യം. 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദികൾ ലഡാക്ക്, ഗുൽമാർഗ്. ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷി, ഹിമപ്പുലി. ഓക്കെ, ലഡാക്കിൽ കാണുന്ന ഹിമപ്പുലിയാണ് ഭാഗ്യചിഹ്നമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പേര് ഷീൻ ഇ ഷി, ഹിമപ്പുലി. ഓക്കെ, ലഡാക്കും ഗുൽമാർഗ്. ഓക്കെ, സോ 2024 ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് വേദികൾ ലഡാക്ക്, ഗുൽമാർഗ്. ഓക്കെ, ഇനി 37ാമത്തെ ചോദ്യം. UN എന്തു വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യാംലിറ്റ്സ് 2024. ഹിമാനികളുടെ സംരക്ഷണത്തിന് അന്താരാഷ്ട്ര വർഷം 2025, ദ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യേഴ്സ് പ്രിസർവേഷൻ 2025. ഓക്കെ, സോ UN എന്തു വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചിട്ടുള്ളത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യാംലിറ്റ്സ് 2024. ഓക്കെ, അതേപോലെ തന്നെ ദ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലേഷ്യർ പ്രിസർവേഷൻ 2025 അടുത്ത വർഷം. സോ ഹിമാനികളുടെ സംരക്ഷണത്തിൻ്റെ അന്താരാഷ്ട്ര വർഷം ഏതാണ്? 2025. സോ രണ്ടും ഒരുമിച്ച് തന്നെ പഠിച്ചു വെച്ചാൽ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി 38ാമത്തെ ചോദ്യം. 66ാമത് ഗ്രാമി പുരസ്കാരത്തിന് മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ് നൈറ്റ്സ്, ടൈലർ സ്വിഫ്റ്റ്. മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. ടൈം മാഗസിൻ്റെ 2023 പേഴ്സണൽ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റ് തന്നെയാണ്. സോ 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റിൻ്റെ മിഡ് നൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. ടൈം മാഗസിൻ്റെ 2023 പേഴ്സണൽ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റ് തന്നെയാണ്. ഓക്കെ, പേഴ്സണൽ ഓഫ് ദ ഇയർ ബൈ ടൈം മാഗസിൻ 2023 തിരഞ്ഞെടുക്കപ്പെട്ടതും ടൈലർ സ്വിഫ്റ്റ് തന്നെയാണ്. സോ 39ാമത്തെ ചോദ്യം. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻറ്റ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായിട്ട് തിരഞ്ഞെടുത്തത് ദിസ് മൊമെൻറ്റ്. പ്രശസ്ത ഗായകൻ ശങ്കർ മഹാദേവനും തബല മാന്ത്രികൻ സക്കീർ ഹുസൈനും ഉൾപ്പെടുന്ന സംഗീത ബാൻഡായ ശക്തിയുടെ ആൽബമാണ് ദിസ് മൊമെൻറ്റ്. ഓക്കെ, സോ അതും കൂടെ ഓർത്ത് വയ്ക്കുക. പ്രശസ്ത ഗായകൻ ശങ്കർ മഹാദേവനും തബല മാന്ത്രികൻ സക്കീർ ഹുസൈനും ഉൾപ്പെടുന്ന സംഗീത ബാൻഡായ ശക്തിയുടെ ആൽബമാണ് ദിസ് മൊമെൻറ്റ് എന്നുള്ളത്. സോ 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ദിസ് മൊമെൻറ്റ്. ഇനി 40ാമത്തെ ചോദ്യം. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറ. 2024 ഫെബ്രുവരിയിൽ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ്ങിൽ 1ാമതെത്തിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ജസ്പ്രീത് ബുംറ. 41ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഈഫൽ ടവർ, പാരീസ്. ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനമായ UPI അവതരിപ്പിച്ച യൂറോപ്പിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏതാണ്? ഈഫൽ ടവർ, പാരീസ്. ഇനി 42ാമത്തെ ചോദ്യം. 2024 സുരക്ഷിത ഇൻ്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത് എന്ന്? ഫെബ്രുവരി 6-ന്. ഓക്കെ, 2024 സുരക്ഷിത ഇൻ്റർനെറ്റ് ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഫെബ്രുവരി 6. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇൻ്റർനെറ്റ് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. അത് ഓർത്ത് വയ്ക്കുക. ഫെബ്രുവരി 6 ഈ വർഷം വന്നതെങ്കിലും എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇൻ്റർനെറ്റ് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. സോ ഓർത്ത് വയ്ക്കുക.
ഇനി 43-ാമത്തെ ചോദ്യം, 2024 സുരക്ഷിത ഇൻ്റർനെറ്റ് ദിനത്തിൻ്റെ പ്രമേയം, തീം എന്താണ്? ടുഗദർ ഫോർ എ ബെറ്റർ ഇൻ്റർനെറ്റ്, ഒരു മികച്ച ഇൻ്റർനെറ്റിനായി ഒരുമിച്ച്. ഓക്കെ, ഒരു മികച്ച ഇൻ്റർനെറ്റിനായി ഒരുമിച്ച്, ടുഗദർ ഫോർ എ ബെറ്റർ ഇൻ്റർനെറ്റ്. ഇനി 44-ാമത്തെ ചോദ്യം, ലോകത്ത് ഏറ്റവും ഗതാഗത കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ബാംഗ്ലൂരു. സോ ലോകത്ത് ഏറ്റവും ഗതാഗത കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ബംഗളൂരു. ഓക്കെ, ഇനി 45-ാമത്തെ ചോദ്യം, ലോകത്തെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരം ലണ്ടൻ. 2ാം സ്ഥാനത്ത് അയർലൻഡിലെ ഡബ്ലിൻ. ഓക്കെ, സോ അയർലൻഡിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള ഡബ്ലിൻ ആണ് 2ാം പൊസിഷനിലുള്ളത്. ലോകത്തെ ഏറ്റവും ഗതാഗത കുരുക്കുള്ള നഗരം ലണ്ടൻ, 2ാം സ്ഥാനത്ത് അയർലൻഡിലെ ഡബ്ലിൻ. ഇനി 46-ാമത്തെ ചോദ്യം, ദേശീയ സെൻസസ് ദിനം ഫെബ്രുവരി 9. ദേശീയ സെൻസസ് ദിനം ഫെബ്രുവരി 9. ഇനി 47-ാമത്തെ ചോദ്യം, ഇന്ത്യ ഏത് അയൽ രാജ്യവുമായിട്ടാണ് 1643 കിലോമീറ്റർ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്? മ്യാൻമർ. ഓക്കെ, ഇന്ത്യ ഏത് അയൽ രാജ്യവുമായിട്ടാണ് 1643 കിലോമീറ്റർ ലോങ് ബോർഡർ കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്? മ്യാൻമർ. 48-ാമത്തെ ചോദ്യം, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടത് എൻ വാസുദേവൻ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി നിയമിക്കപ്പെട്ടതാരാണ്? എൻ വാസുദേവൻ. ഇനി 49-ാമത്തെ ചോദ്യം, അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ AR റഹ്മാൻ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ AR റഹ്മാൻ. ദെൻ 50-ാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷൻ VK മോഹനൻ കമ്മിറ്റി. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷൻ ആരാണ്? VK മോഹനൻ കമ്മിറ്റി. ഓക്കെ, സോ ഇന്നത്തെ, അതായത് 2ാമത്തെ പാർട്ട് ഫെബ്രുവരി കറണ്ട് അഫെയേഴ്സാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലെ പല സ്റ്റേറ്റ്സിൻ്റെയും CM മാറിയിട്ടുണ്ട്. സോ ഗവർണറും CMഉം ക്യാപിറ്റലും ഓരോ സ്റ്റേറ്റ്സിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മെയിനായിട്ട് ഓരോ സ്റ്റേറ്റ്സിൻ്റെ CM മാറിയിട്ടുള്ളത് കാരണം അതെല്ലാം അപ്ഡേറ്റ് ചെയ്തിട്ട് തന്നെ പഠിക്കുക. പഴയ CM പഠിച്ചിട്ട് പോകരുത്. സോ പുതിയ CMൻ്റെ പേര് അപ്ഡേറ്റ് ചെയ്ത് പഠിച്ചു പോവുക. എല്ലാ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രമാണ് സെലക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ തന്നിരിക്കുന്നത്. സോ എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.